السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. عن أنس بن مالك رضي الله عنهما قال كان النبي صلى الله عليه وسلم إذا دخل الخلاء قال اللهم إني أعوذ بك من الخبث والخبائث متفق عليه. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ, ആമീൻ. വെട്ടുതടുത്താലും മുട്ടുതടുക്കില്ല എന്നൊരു പഴമൊഴി സാർവത്രികമായി മലയാളികൾ ഉപയോഗിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രാഥമികമായ ആവശ്യത്തിനാണ് ഏറ്റവും പ്രാധാന്യവും അത് അനിയന്ത്രിതവുമാണ്. ശാരീരികമായ അവസ്ഥയിൽ എന്തെങ്കിലും അസ്വാസ്ഥ്യങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നേരിട്ട് വൈദ്യശാസ്ത്രത്തിലെ അറിയപ്പെടുന്നൊരു ഡോക്ടറെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ പ്രാഥമികമായ ചെക്കിങ്ങിൽ അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: മോഷൻ ക്ലിയർ ആണോ? ശാരീരികമായ വിസർജ്യങ്ങളെ പുറന്തള്ളപ്പെടാൻ എപ്പോഴാണോ വൈമുഖ്യം കാണിക്കുന്നത് അപ്പോഴൊക്കെ പ്രയാസങ്ങൾ നേരിടും. മൂത്രം പിടിച്ചു വെക്കുന്നവർക്ക് സ്റ്റോൺ പോലെയുള്ള പ്രയാസങ്ങളുണ്ടാവും, അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായ അസുഖങ്ങളുണ്ടാവും. ഏതായിരുന്നാലും ഇത്തരം സന്ദർഭങ്ങളിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തവും കൃത്യവുമായ മാതൃക കാണാൻ കഴിയും. ആദാബു ഖളാഉൽ ഹാജത്ത് അല്ലെങ്കിൽ അൽ ഖലാഉ, മലമൂത്ര വിസർജന രംഗത്തുള്ള മര്യാദകളെ സംബന്ധിച്ച് ഹദീസുകളിൽ പല ബാബുകൾ തന്നെ കാണുന്നുണ്ട്. എല്ലാത്തിനും എന്നതുപോലെ ബിസ്മി കൊണ്ട് തുടങ്ങുക, ബാത്റൂമിനകത്ത് വെച്ചല്ല, അത് പാടില്ല. അപ്പോൾ അതിൻ്റെ തുടക്കം മുതൽ തന്നെ മുട്ടുമ്പോൾ പറമ്പ് നിറയുക എന്നുള്ളതല്ല. ഒരു വിശ്വാസി ഏതൊരു രംഗത്തും സൂക്ഷ്മത കാണിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് തൻ്റെ ഉടുമുണ്ടിൽ ആയിപ്പോയി എന്നൊക്കെ പറയുന്നൊരവസ്ഥ വരാതിരിക്കാൻ അതിൻ്റെ സൂചനകൾ ലഭിക്കുമ്പോൾ തന്നെ ഖളാഉൽ ഹാജത്ത് നിർവഹിച്ചിരിക്കണം. അപ്പം അങ്ങനെയുള്ള ആ ഒരു ആരംഭം, പ്രവേശനവും അതുപോലെ തന്നെ ബാത്റൂമിലേക്ക് പ്രവേശിക്കുന്നത് എല്ലാ രംഗത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലതിനാണ് മുൻതൂക്കം നൽകിയത്. നല്ല എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വലതിനെ മുന്തിക്കും. എന്നാൽ നല്ലതല്ലാത്ത എന്ന് പറഞ്ഞാൽ അത്ര ഗുണകരമല്ലാത്ത ഏതെങ്കിലും കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടങ്ങളിലൊക്കെ ഇടതിനെയാണ് മുന്തിക്കാറുള്ളത്. അത് സുന്നത്താണ്. അതോടൊപ്പം തന്നെ ദുആ ചെയ്യുക എന്നുള്ളതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽപ്പെട്ടതാണ്. നമുക്കൊക്കെ അറിയാവുന്ന ദുആയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബസി വൽ ഖബാഇസി. അല്ലാഹുവേ, ഖുബസിൽ നിന്നും ഖബാഇസിൽ നിന്നും എനിക്ക് നിന്നോട് കാവൽ ചോദിക്കാനുണ്ട്. അവിടെ ഉണ്ടാകുന്ന ദുഷിച്ച വിചാരവികാരങ്ങൾ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രൂപത്തിലുള്ള ദുഷ്ടത, അധർമ്മം, തോന്നിയവാസം, ഇങ്ങനെ തോന്നാൻ സാഹചര്യമുള്ള ഒരു രംഗം എന്നുള്ള നിലക്കാണ് അതിനെ കണ്ടിട്ടുള്ളത്. അതിൻ്റെ ആൺപെൺ പിശാചിനെ സംബന്ധിച്ചാണ് എന്നും അതല്ല എന്നുമൊക്കെ. ഏതായിരുന്നാലും അതിൻ്റെ ആശയവും അർത്ഥവും അറിഞ്ഞ് അതിന് ദുആ ചെയ്യുക എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമില്ല. ഒരാൾക്ക് അതിൻ്റെ ആശയവും അർത്ഥവും അറിഞ്ഞില്ല എന്നിട്ട് അയാൾ ദുആ ചെയ്തു, ഒരു ദോഷവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ ദുആ ചെയ്ത് അങ്ങനെയാണ് ദുആ ചെയ്താൽ മതി. ഞാൻ അത് ഇജ്തിഹാദ് ചെയ്ത് ഗവേഷണം ചെയ്ത് നമ്മൾ അതിൻ്റെ പുതിയ വ്യാഖ്യാനങ്ങൾ കണ്ടെത്തേണമെന്ന് ആവശ്യമില്ല. റസൂലുള്ളാഹി എന്താ പറഞ്ഞത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബസി വൽ ഖബാഇസി എന്ന് പറയുക, എന്നിട്ട് ഇടത്തേക്കാൽ എടുത്തു വെച്ച് പ്രവേശിക്കുക, അവനവൻ്റെ ഖളാഉൽ ഹാജത്ത് നിർവഹിക്കുക. ആ രംഗത്തും ഒരുപാട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള മാതൃക നമുക്ക് കാണാൻ കഴിയും. അതൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്താനും അതുവഴി ഒരു മുഹബ്ബ് സുന്നകളായി മാറാനുമുള്ള നല്ല തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അറിവില്ലായ്മയും അബദ്ധവും നിർബന്ധിതമായ സാഹചര്യവും ചോരത്തിളപ്പും കൊണ്ടൊക്കെ ചെയ്തു പോയിട്ടുള്ള എല്ലാവിധ ചെറുതും വലുതുമായ പാപങ്ങളും തെറ്റുകളും കുറ്റങ്ങളും പിഴവുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് ഇരു ലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളും പ്രയാസപ്പെടുന്നവരുമായ ആളുകൾ ആശുപത്രികളിലും വീടുകളിലുമായി കഴിഞ്ഞുകൂടുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആജിലും കാമിലുമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. പ്രയാധിക്യത്തിന്റെ പ്രയാസം കാരണമായി വീടുകളിൽ തളച്ചിടപ്പെടുന്നതുപോലെ ജീവിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അവനവന്റെ കാര്യങ്ങൾ മനസ്സറിഞ്ഞുകൊണ്ട് നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉം ഉള്ളവരായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ മുത്തഖീകളായി തുടരാനും മരണസമയത്ത് അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായി ഈമാനോട് ചൊല്ലിക്കൊണ്ട് പുഞ്ചിരിയോട്
ഈമാനോടുകൂടി കണ്ണടയ്ക്കാനും ഭാഗ്യം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയും നമ്മുടെ കുടുംബാദികളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ, റിസ്കിന്റെ, മഈശത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആയ്ക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു അവരുടെയും നമ്മുടെയും എളുപ്പമാക്കുകയും ചെയ്യട്ടെ. നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ്സാലികളും സിദ്ദീഖുകളും ഷുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറുൽ മുദ്നിബീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.